വെൽക്കം ടു കോലിയൻ ക്ലാസ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുതൽ നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് KCS അമെൻമെൻറ്റ് ആക്ട് 2023 ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷനോട് കൂടി ഡിസ്കസ് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് വരുന്ന എക്സാംസിന് കൂടുതലും അമെൻമെൻറ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യണം, നന്നായിട്ട് പഠിക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഇതിപ്പോൾ വന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് എപ്പോഴും ഡൗട്ടായിരിക്കും. ഇപ്പം ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ, പഴയ KCS ആക്ട് 1969 പഠിച്ചവരാണെങ്കിൽ അമെൻമെൻറ്റ് കൺഫ്യൂഷൻ ആവും ഇല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഫോളോ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ സജഷൻസ് രേഖപ്പെടുത്തുക, കൂടാതെ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നമ്മൾ ഇന്ന് മുതൽ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏതാണ്ട് 56 അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിക്കോട്ടെ അഥവാ വളരെ നിസ്സാരപ്പെട്ട ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പറയും, ആൻസർ പറയും, എക്സ്പ്ലനേഷൻ. നമ്മൾ ഇന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. കാരണം ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെ ചോദിച്ചാലും ഇത് പഠിച്ചുകൊണ്ട് പോയാൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ കഴിയും. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? KCS അമെൻമെൻറ്റ് ആക്ട് 2023 came into force on dash. Options are 7th June 2024, B 6th July 2024, C 26th April 2024 and D none. ഇവിടെ ചോദിച്ചിരിക്കുന്നത് KCS അമെൻമെൻറ്റ് ആക്ട് 2023 പ്രാബല്യത്തിൽ വന്നത് എന്നാണ് 7th June 2024. അപ്പം നമുക്കറിയാം ഇവിടെ KCS അമെൻമെൻറ്റ് ആക്ട്, അതായത് എന്താണ് അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭേദഗതി. അതായത് നിലവിലുള്ള നിയമത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള നിയമത്തിൽ നിന്നും എന്തെങ്കിലും എടുത്തു മാറ്റപ്പെടുകയോ ചെയ്താൽ, അതായത് അഡീഷനും സബ്സ്ട്രാക്ഷനും, ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിലവിലുള്ള നിയമത്തിൽ എന്തെങ്കിലും തിരുത്തു വരുത്തിയാൽ അതിനെയാണ് എന്ത് പറയുന്നത്? അമെൻമെൻറ്റ് എന്ന് പറയുന്നത്, ഭേദഗതി. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്നാണ് ഈ ഒരു 2023 KCS ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണത്? ഇവിടെ തിരിഞ്ഞു പോകരുത്. ജൂൺ 7, 2024 നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് തിരിച്ചും അവർ തരും. ജൂലൈ 6 തരും. എന്നാൽ ജൂലൈ 6 അല്ല, ജൂൺ 7, 2024 ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ ഒഫീഷ്യൽ ഗസറ്റിൽ എന്നാണ് പബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ജൂൺ 7, 2024. എന്നാൽ ദ ബിൽ പാസ്ഡ് ബൈ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി റിസീവ്ഡ് ദ അസെന്റ് ഓഫ് ദ ഗവർണർ ഓൺ 26th April 2024. എന്നാൽ ഈ ബില്ല് നിയമസഭയിൽ പാസ്സാക്കി ഗവർണറുടെ അനുമതി ലഭിച്ചത് എന്നാന്ന് ചോദിച്ചാൽ അത് ഏപ്രിലാണ് കേട്ടോ. ഏപ്രിൽ 26, 2024. അപ്പോൾ ഗവർണറുടെ അനുമതി ലഭിച്ചത് ഏപ്രിൽ 26 ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് എന്നാണ്? ജൂണിലുമാണ്, ജൂൺ 7 മറന്നു പോകരുത്. ഇത് രണ്ടും ക്വസ്റ്റ്യൻ വരും. ടോട്ടൽ ഇതുവരെ 24 അമെൻമെൻറ്റ്, 23 ആയിരുന്നു, ഇപ്പോഴത്തെ അമെൻമെൻറ്റും കൂടെ ചേർത്തിട്ട് 24 അമെൻമെൻ്റ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് എന്നാണ്? ജൂൺ 7, 2024. പിന്നെ ഗവർണറുടെ അനുമതി കിട്ടിയത് എന്നാണ്? ഏപ്രിൽ 26, 2024. Next question, section 2AB defines. Options നോക്കാം. A assisted societies, B auditing of accounts of cooperative societies, C administrative audit and D none. Answer is option B ആണ്, auditing of accounts of cooperative societies. അപ്പോൾ സെക്ഷൻ 2AB ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? സെക്ഷൻ 2AB പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ പുതിയതായിട്ടൊരു കാര്യം അവർ കൂട്ടിച്ചേർത്തു, ഇൻസേർട്ട് ചെയ്തു. എന്താണ് ഇൻസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ? കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് മീൻസ് എ ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. നമുക്കറിയാം ഇല്ലേ, എന്താണ് ഓഡിറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഫിനാൻഷ്യൽ, സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് വളരെ കറക്റ്റായിട്ട് നോക്കുക, പിന്നീട് ഓവർ ഡ്യൂ ഡെപ്സ് നോക്കുക, പിന്നെ
ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നല്ല രീതിയിലാണോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഒക്കെ നോക്കുക. ഇതൊക്കെയാണ് എന്ത് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യും? പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഓടൊപ്പം തന്നെ എൻക്വയറി കാണും. അതായത് സൊസൈറ്റിയുടെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻക്വയറി കാണും, അല്ലെങ്കിൽ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻക്വയറി ഒക്കെ കാണും. ഇതിനോടൊപ്പം തന്നെ അവരെന്ത് ചെയ്തു? ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ത്രൂ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്, ഓഡിറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് മൈഗ്രേഷൻ ഓഫ് ഡേറ്റ ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റീസ് ഹൂസ് അക്കൗണ്ട്സ് ആർ കമ്പ്യൂട്ടറൈസ്ഡ്. അതായത് അക്കൗണ്ടുകൾ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടർ വൽക്കരിച്ചിട്ടുള്ള സഹകരണ സംഘങ്ങളുടെ കാര്യത്തിൽ എന്താണ് പറയുന്നത്? അക്കൗണ്ടുകളുടെ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് മുഖേനയുള്ള ഒത്തുനോക്കലും ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഓഡിറ്റ് ചെയ്യലും ഡേറ്റ മൈഗ്രേഷനും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയവർ. മനസ്സിലായോ? അതായത് കാരണം ഇപ്പോൾ നിലവിൽ ഭയങ്കരമായിട്ടുള്ള കള്ളത്തരങ്ങൾ സഹകരണ മേഖലയിൽ നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ അട്ടിമറിയൊക്കെ കൂടുതലും സഹകരണ സംഘങ്ങളിൽ നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം അവർ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യുകയാണ്. അങ്ങനെ കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുള്ള സഹകരണ സംഘങ്ങളുടെ കാര്യത്തിൽ എന്ത് വേണം? അക്കൗണ്ടുകളുടെ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ മുഖേന എന്ത് ചെയ്യണം? അവരത് രണ്ടും കൂടെ ഒത്തു നോക്കണം. മനസ്സിലായില്ലേ? ഒത്തു നോക്കിയിട്ട് എന്ത് ചെയ്യണം? കൂടാതെ ഓഡിറ്റ് ചെയ്യണം, ഡേറ്റ മൈഗ്രേറ്റ് ചെയ്യണം. ഇതാണ് അവരെന്ത് ചെയ്തത്? കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഈ ഒരു ആഡ് ചെയ്തിരിക്കുന്ന പോയിന്റ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പുതുതായിട്ട് എന്ത് ചെയ്തു? എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തു. അപ്പോൾ സെക്ഷൻ 2AB എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 2AD ഡിഫൈൻസ്. ഓപ്ഷൻസ് നോക്കൂ. എ ഫിനാൻഷ്യൽ ഓഡിറ്റ്, ബി അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, സി കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് ഡി കമ്പനി ഓഡിറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. നമ്മുടെ KCS അമെൻമെന്റ് ആക്ട് 2023 AC ശേഷം പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് കൊണ്ടുവരുന്നത്. ആഡ് ചെയ്യാന്ന് വെച്ചാൽ നിലവിൽ ഉള്ളതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ 2AD എന്ന് പറയുന്നത് പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്ത സെക്ഷനാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. അഡ്മിനിസ്ട്രേറ്റീവിന്റെ AD വെച്ചിട്ടാണ് സെക്ഷൻ 2AD എന്ന് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ 2AD അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണ്, പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്? മീൻസ് എ ക്ലോസ് അസസ്മെന്റ് ഓഫ് ഓൾ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക അല്ലെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ സഹകരണ സംഘങ്ങളിൽ അല്ലെ സഹകരണ മേഖലയിലുള്ള ഒരു ഓഡിറ്റാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളതും ഓഡിറ്റ് ചെയ്യണം. ഇതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ മാനേജ്മെന്റ്, എസ്റ്റാബ്ലിഷ്മെന്റ്, പിന്നെ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു ഓഡിറ്റ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ പ്രൊമോട്ടിംഗ് ദ എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ്. മെമ്പേഴ്സിന്റെ എന്താണ്? അവരുടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ എന്ത് ചെയ്യുക? അതിന് പ്രോത്സാഹിപ്പിക്കുക. നമുക്കറിയാം ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെയിൻ ലക്ഷ്യം തന്നെ ഇക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് ആണ്. അംഗങ്ങളുടെ എന്താണ്? അഭിവൃദ്ധിയാണ് അല്ലേ. അപ്പൊ അതും അവിടെ കാര്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നും കൂടി നോക്കുക. കൂടാതെ ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് കംപ്ലൈൻസ് ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ് ആസ് വെൽ ആസ് IT ഓഡിറ്റ്. എന്തൊക്കെ ഇതിൽ ഉൾപ്പെടും? കംപ്ലൈൻസ് ഓഡിറ്റും പെർഫോമൻസ് ഓഡിറ്റും പിന്നെന്താണ്? IT ഓഡിറ്റും. അപ്പം ഇതാണ് എന്ത്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പം നിലവിലുള്ള ഓഡിറ്റ് പോലെ തന്നെ കൂടുതലും എന്താണ് നോക്കുന്നത്? സൊസൈറ്റിയുടെ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക, അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെന്താണ്? പ്രൊമോട്ടിംഗ് ദ എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ്, അതിന് സഹായകമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുക. സാമ്പത്തിക ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്ത് ചെയ്യുക? അതിൻ്റെ കാര്യങ്ങൾ അവിടെ നടത്തുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിനോടൊപ്പം തന്നെ കംപ്ലൈൻസ് ഓഡിറ്റും പെർഫോമൻസ് ഓഡിറ്റും IT ഓഡിറ്റും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതാണ് എന്ത്? സെക്ഷൻ 2AD അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. മറക്കരുത്, പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ്. അപ്പോൾ ചോദിക്കും സെക്ഷൻ 2AD എന്താണെന്ന്. AD അഡ്മിനിസ്ട്രേറ്റീവിന്റെ AD. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാൻ എളുപ്പമാണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. Section 2DB defines. Options are A. Primary agricultural credit societies, B. Common software for primary agricultural credit societies, C. Kerala Bank and D. DCB. Correct answer option B ആണ്. Common software for primary agricultural credit societies.
പുതിയതായിട്ട് സെക്ഷൻ 2DAക്ക് ശേഷം പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ് കേട്ടോ. നിലവിലുള്ളതല്ല, പുതിയതായിട്ട് വന്ന ഒരു ക്ലോസ് ആണ് അല്ലെങ്കിൽ ഒരു സെക്ഷൻ ആണ് എന്ത്, സെക്ഷൻ 2DB എന്ന് പറയുന്നത്. പാക്സുകൾക്ക് ഒരു കോമൺ സോഫ്റ്റ്വെയർ കൊണ്ടുവരിക, അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. എന്താണ് സെക്ഷൻ DB? മീൻസ് ആൻ ഇഫക്റ്റീവ് software solution that covers the complete day-to-day functions of primary agricultural credit societies through a centralized architecture. അതായത് ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ കൊണ്ടുവരിക പാക്സിലേക്ക് വേണ്ടിയിട്ട്. ഒരു കേന്ദ്രീകൃത രൂപകൽപ്പനയുള്ള ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവരിക. എന്തിനാണ് കൊണ്ടുവരുന്നത്? നമ്മുടെ പാക്സുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ പാക്സിലേക്ക് കൊണ്ടുവരിക. അതിനെയാണ് എന്ത് പറയുന്നത്? സെക്ഷൻ 2DB, കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. മറന്നു പോകരുത്, പാക്സിലേക്ക് ഒരു കോമൺ സോഫ്റ്റ്വെയർ കൊണ്ടുവരിക, അവരുടെ ഡേ ടു ഡേ ഫങ്ഷൻസ് ഉൾക്കൊള്ളിക്കാൻ തരത്തിൽ ഉള്ള ഒരു കേന്ദ്രീകൃത രൂപകൽപ്പനയുള്ള ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സൊല്യൂഷൻ. ഇത് എടുത്തെടുത്ത് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഡാഷ് മീൻസ് ആൻ എഫക്റ്റീവ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ദാറ്റ് കവേഴ്സ് ദ കംപ്ലീറ്റ് ഡേ ടു ഡേ ഫങ്ഷൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. നിങ്ങൾ മറന്നു പോകരുത്, പുതിയതായിട്ട് വന്ന സെക്ഷനാണ് സെക്ഷൻ 2DB. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ 4 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ്? ആദ്യമായിട്ട് പറഞ്ഞത് KCS അമെൻമെന്റ് ആക്ട് എന്നാണ് വരുന്നത്, പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്? ജൂൺ 7, 2024. പിന്നെ എന്നാണിത് ഗവർണറുടെ അനുമതിയോടുകൂടി പാസ്സാക്കിയത് എന്നാണ്? 24 ഏപ്രിൽ 2024. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? സെക്ഷൻ 2AB പഠിച്ചു. 2AB എന്ന് പറയുന്നത് എന്താണ്? അവർ നിലവിലുള്ളതിനകത്ത് ആഡ് ചെയ്തതാണ്. നിലവിലുള്ള AB എന്ന് പറയുന്നത് ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതിനോടൊപ്പം തന്നെ അവരൊരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻസിന്റെ വേരിഫിക്കേഷനും കൂടെ വേണം, അതും കൂടെ കൂട്ടിച്ചേർത്തു ഇല്ലേ. പിന്നെ അതിനുശേഷം നമ്മൾ പഠിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണ്. സെക്ഷൻ 2AD അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. എന്താണത് പറയുന്നത്? ക്ലോസ് അസസ്മെന്റ് ഓഫ് ഓൾ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആണ്. പിന്നീട് അവര് പ്രൊമോട്ടിംഗ് ദ ഇക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സിന്റെ ഇക്കണോമിക് വെൽഫെയർ പ്രൊമോട്ട് ചെയ്യാൻ തരത്തിലുള്ള കാര്യങ്ങൾ ആ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ടോ എന്നുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റാണ് എന്ത്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? കംപ്ലൈൻസ് ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ് ആസ് വെൽ ആസ് IT ഓഡിറ്റ്. അതിനുശേഷം ഈ AC ശേഷം പുതിയതായിട്ട് വന്ന സെക്ഷനാണ് എന്ത്? സെക്ഷൻ 2AD. നമ്മൾ സെക്ഷൻ 2AB പഠിച്ചത് നിലവിലുള്ളതുണ്ടായിരുന്നു. നിലവിൽ ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടായിരുന്നു. അതിനോടൊപ്പം എന്താണ് ആഡ് ചെയ്ത പോയിന്റ് ആണ് നമ്മളിവിടെ ആ ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ തന്നിരിക്കുന്നത്. അതിനുശേഷം പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ് സെക്ഷൻ 2AD അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും. പിന്നെ അതിനുശേഷം DAക്ക് ശേഷം സെക്ഷൻ 2DAക്ക് ശേഷം, DA എന്താണ്? ചീഫ് എക്സിക്യൂട്ടീവ്. ആ DAക്ക് ശേഷം പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ് എന്ത്? സെക്ഷൻ 2DB. അപ്പം സെക്ഷൻ 2ADയും സെക്ഷൻ 2DBയും പുതിയതായിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് പഠിക്കുക. സെക്ഷൻ 2DB എന്താണപ്പോൾ? കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതിനകത്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പഠിക്കാം. ഇനി അടുത്തത് നാളെ പാർട്ട് 2 സീരീസ് ഉണ്ടാവും. അത് നിങ്ങൾ ഫോളോ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്